എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ടിപ്പോൾ മാത്യു കുഴൽനാടൻ എംഎൽഎ മാധ്യമങ്ങളെ കാണുകയാണ്. അവർ ഔദ്യോഗികമായി പുറത്തിറക്കിയിരുന്നു. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതിൽ ദുരൂഹമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി വീണ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. നമ്പർ 1. നമ്പർ 2, കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി അല്ലെങ്കിൽ നിയമ നടപടിയെ സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതികരണം നിങ്ങൾ കേട്ട് കാണും. ഇതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ നടപടിയിലും കേന്ദ്ര സർക്കാരിന്റെ നടപടിയിലും അസ്വാഭാവികമായ ഒന്നുമില്ല എന്ന നിലപാട് തന്നെയാണോ മന്ത്രി മുഹമ്മദ് റിയാസിന് ഉള്ളത് എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ട്. നമ്പർ 2. നമ്പർ 3, ഇപ്പോൾ പുതിയതായി CMRL-നും എക്സാലോജിക്കിനും CMRL-നും പുറകെ KSIDCയും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് ചോദിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്പനീസ് ആക്ടിന്റെ 206-ാമത്തെ വകുപ്പ് അനുസരിച്ച് നോട്ടീസ് ഈ 3 പേർക്കും നൽകിയിട്ടുണ്ടാകണം. ആ നോട്ടീസിന് തൃപ്തികരമായ മറുപടി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പൊ നോട്ടീസ് ലഭിച്ചിട്ട് എന്തു മറുപടിയാണ് നൽകിയത് എന്ന് വേണമെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത വീണ വിജയനോ എക്സാലോജിക്കനോ CMRL-നോ ഇല്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ KSIDCക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ KSIDCക്ക് എന്ത് നോട്ടീസാണ്, എന്ത് വിവരങ്ങളാണ് ആവശ്യപ്പെട്ടത്, അതിനെന്ത് മറുപടിയാണ് നൽകിയത്, ഈ ഘട്ടത്തിൽ അവരെ വിളിപ്പിക്കുന്ന സാഹചര്യം എന്താണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത P. രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രിക്കുണ്ട്. അദ്ദേഹം ആണ് ഔദ്യോഗികമായി ഈ കാര്യത്തിൽ ഒരു വിവരം തരേണ്ടത്. കാരണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, CMRL-ലുമായി ബന്ധപ്പെട്ട് കോടാനുകോടി രൂപയുടെ പണ ഇടപാടുകൾ മറച്ചുവെക്കപ്പെട്ടു, അതല്ലെങ്കിൽ തെറ്റായി ഫയൽ ചെയ്യപ്പെട്ടു. ആ കമ്പനിക്ക് ലഭിക്കുമായിരുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ലഭിച്ചിട്ടുള്ള കോടാനുകോടി രൂപ, 100 കോടി രൂപയോളം വരുന്ന ലാഭം മറച്ചുവെക്കപ്പെടുകയും അത് വഴിമാറ്റി കീശയിലാക്കുകയും ചെയ്തു എന്നാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്ങോടുകൂടി പുറത്തായിട്ടുള്ളത്. അതിൽ കേരള പൊതുസമൂഹത്തിന് ഗവൺമെന്റിനോട്, സർക്കാരിനോട്, വ്യവസായ വകുപ്പിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അതിന്റെ 14% പണം എന്ന് പറയുന്നത്, CMRL കമ്പനിയുടെ ലാഭത്തിന്റെ 14% പണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ട പണമാണ്. കാരണം ആ കമ്പനിയിൽ 14% ഉള്ള ഷെയർ സംസ്ഥാന സർക്കാരിനുണ്ട്. ഈ വിഷയങ്ങൾ ഇത്രയും ഉയർന്നു വന്നിട്ടും ഇന്ന് സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് പറയുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം പോലും അവർ കഴിഞ്ഞ 4 മാസമായി കൊടുത്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പണമില്ല എന്നതാണ് സർക്കാരിന്റെ എല്ലാത്തിനുമുള്ള മറുപടി. പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന കോടാനുകോടി രൂപ അനധികൃതമായി തട്ടിയെടുത്ത CMRL കമ്പനിക്കെതിരെ ഇതുവരെ വ്യവസായ വകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു? ഈ കമ്പനിയുടെ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ചെലവുകളും ലാഭവിഹിതവും ഒക്കെ ഫൈനലൈസ് മാത്യു കുഴൽനാടൻ ഈ വിഷയത്തിൽ എക്സാലോജിക്കിന് കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സ്വാഭാവികമായും ഇതുവരെയും കൃത്യമായ ഒരു മറുപടി പറയാത്ത സർക്കാരിനെതിരെ വലിയ വിമർശനം മാത്യു കുഴൽനാടൻ ഈ വിഷയത്തിൽ ഉന്നയിക്കുകയാണ്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം